സുഹൃത്തുക്കളെ, എല്ലാവർക്കും രഞ്ജിസ് വ്ലോഗിലേക്ക് സ്വാഗതം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ ഗാഡ്ജറ്റാണ്. പുതിയ ഗാഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മൊബൈലിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയകളിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നവരാണ്. പലപ്പോഴും മൊബൈലിലൊക്കെ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് അകലിൽ നിന്നൊക്കെയുള്ള വ്യൂ ആണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഓഡിയോ ക്ലാരിറ്റി അല്ലെങ്കിൽ ഓഡിയോ നല്ല ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല വീഡിയോയിൽ. അതൊരു വലിയ പ്രശ്നമാണ്. ഞാൻ പലവട്ടം അനുഭവിച്ചിട്ടുള്ളതാണ്. അത് കാരണം പലപ്പോഴും നമ്മുടെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അതിൽ പറയുന്ന സൗണ്ട് ക്ലാരിറ്റി ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള പ്രശ്നത്തിനൊരു പരിഹാരമാണ് ഒരു പുതിയ വയർലെസ് മൈക്രോഫോണാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിനെപ്പറ്റി ആ സാധനം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ആ വയർലെസ് മൈക്രോഫോണിൻ്റെ കവർ. ഇതാണ് K8 വയർലെസ് മൈക്രോഫോൺ എന്നാണിത്. ഒരു ചൈനീസ് പ്രൊഡക്റ്റാണിത്. ബോക്സ് കണ്ടല്ലോ, നല്ല അടിപൊളി പാക്കിംഗ് ആണ്. നല്ല ഭംഗിയുള്ള കവർ, ലാമിനേറ്റഡ് ആണ്. തുറന്ന് നോക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിനകത്ത് ഉള്ള സാധനം ഒരു വയർലെസ് മൈക്രോഫോൺ ഉണ്ട്. നമുക്ക് ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു വയർലെസ് മൈക്രോഫോൺ. അതിലൊരു സി ടൈപ്പ് കേബിൾ കുത്താൻ പറ്റുന്ന ഒരു സ്ലോട്ടുണ്ട്. അത് നമ്മൾ പവർ കൊടുക്കാൻ വേണ്ടിയാണ്, അതായത് റീചാർജ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇതിൽ സെൻസേഴ്സാണുള്ളത്. ഓക്കെ, രണ്ടാമത്തെ സാധനം ഒരു റിസീവറാണിത്. ഈ റിസീവറാണ് നമ്മൾ മൊബൈലിൽ കണക്ട് ചെയ്യുന്നത്. ഈ റിസീവർ മൊബൈലിൽ കണക്ട് ചെയ്താൽ മതി. അത് രണ്ടാമത്. പിന്നീടുള്ളത് ഇതിൻ്റെ ഒരു ചാർജറുണ്ട്, സി ടൈപ്പ് കേബിൾ ഒന്നുണ്ട്. ഇത് നമുക്ക് ആ മൈക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ആൻഡ്രോയിഡ് ഫോണാണ് സി ടൈപ്പ് യൂസ് ചെയ്യുന്നത്. മറ്റേ അതിൻ്റെ കൂടെ ഒരു പിന്നും കൂടെയുണ്ട്. ഈ സി ടൈപ്പ് വേണ്ടി ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. വയർലെസ് മൈക്രോഫോൺ യൂസർ മാനുവൽ കൂടെയുണ്ട്. ചൈനീസ് ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ഇതിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്. ഇനി ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ നമ്മൾ ഇതുപോലെയുള്ള മൈക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ നീണ്ട വയറ് കൊത്തി വെച്ച് അതിങ്ങനെ തൂങ്ങിക്കിടക്കും. പിന്നെ അതിലൊരു നിശ്ചിത അകലം വരെ അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളപ്പോഴാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കേണ്ടത്, ഇതിൻ്റെ പുറകിൽ ഒരു പവർ സ്വിച്ച് ഉണ്ട്. ആ പവർ സ്വിച്ച് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പച്ചയും ചുവലയും ഇങ്ങനെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ റിസീവർ എടുത്തിട്ട് മൊബൈലിൻ്റെ സി ടൈപ്പ് കേബിളിൻ്റെ കുത്തേണ്ട അടുത്ത് ഒന്ന് കുത്തിയാൽ മതി. അപ്പോൾ ഇവിടെ ചുവന്നൊരു ലൈറ്റ് കത്തി. ആ ചുവന്ന ലൈറ്റ് സ്റ്റഡി ആയി കഴിയുമ്പോൾ ഇത് പെയറായെന്നാണ് കാണിക്കുന്നത്. ഇത് ഗ്രീൻ സ്റ്റഡി ആയിട്ടുണ്ട്. ഇവിടെ ചുവന്ന ലൈറ്റും. ഇപ്പോൾ ഇത് പെയറായി. ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ ഓപ്പൺ ചെയ്യുക. സംസാരിച്ചു തുടങ്ങുക. ഇത്രയേ ഉള്ളൂ കാര്യം. കുറേ ദൂരെ പോയാലും നമുക്ക് ഈ സംസാരിക്കാൻ നല്ല ക്ലിയർ ആയിട്ട് ഇതിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. പിന്നീട് ഇത് സ്വിച്ച് ഓഫ് ചെയ്യണമെങ്കിൽ നമ്മുടെ മൈക്കിൽ ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ മതി. സ്വിച്ച് ഓഫായി. മൈക്ക് ഇപ്പോൾ ഓഫായിട്ടുണ്ട്. മൈക്കിൻ്റെ പവർ ഓഫായി. പക്ഷേ ഇത് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട്, ഫോണിൽ കണക്ട് ചെയ്തുകൊണ്ട് റിസീവർ ഇപ്പോൾ ഓണാണ്. ഇത് ഊരിയെടുത്തെങ്കിൽ മാത്രമേ റിസീവർ ഓഫ് ആകത്തുള്ളൂ. അതിപ്പോൾ ഓഫായി. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരു പ്രശ്നങ്ങളൊന്നും ഇൻസ്റ്റലേഷനോ അല്ലെങ്കിൽ മറ്റ് ആപ്പിൻ്റെ ഒന്നും സഹായമില്ല. അപ്പോൾ ഈ കൂടെ കിട്ടുന്ന ഞാൻ പറഞ്ഞ പോലെ ഒരു വയർലെസ് മൈക്ക്, പിന്നീട് ഒരു വയർലെസ് റിസീവർ, ഒരു സി ടൈപ്പ് പവർ കേബിള്, പിന്നെ നമ്മുടെ ഐഫോണിന് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു പിന്നെ ഇത്രയും സാധനങ്ങൾ, ഈ യൂസർ മാനുവൽ, ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഉപയോഗിക്കേണ്ട വിധങ്ങളും ഒക്കെ വിശദമായിട്ടാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് കണ്ടും കണക്ട് ചെയ്യുക, സ്വിച്ച് ഓഫ് ചെയ്യുക,
അപ്പോൾ ആദ്യം മൈക്ക് ഓൺ ചെയ്തിട്ട് രണ്ടാമത് റിസീവർ ഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് പെയർ ആവും. അത്രേ ഉള്ളൂ. പിന്നീട് സംസാരിച്ചു കൊടുക്കുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ദൂരത്ത് നിന്നൊരു വീഡിയോ നോക്കാം. എത്ര ദൂരത്ത് നിന്ന് കിട്ടുമെന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ മൈക്കിൻ്റെ പവർ നമുക്ക് നോക്കാം, എത്ര ദൂരം കിട്ടുന്നുണ്ടെന്നുള്ള. പറഞ്ഞ് സംസാരിച്ച് നടക്കാം. 20 മീറ്റർ എന്ന് പറഞ്ഞില്ല, എത്ര കിട്ടുമെന്ന് അറിയില്ല. കുറേ നടന്നു നോക്കാം. എവിടുന്ന് കട്ടാവുമെന്ന് അറിയില്ല, എവിടുന്ന് കണക്റ്റ് ആവുന്ന സ്ഥലത്ത് ഇത്രയും ദൂരം നടന്ന് ഞാൻ ഇവിടുന്ന് പറയുന്നത് കിട്ടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നോക്കാം. അടുത്ത് ചെന്നിട്ട് ഇനിയും സൗണ്ട് മൊത്തം കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ ദൂരെ എന്നുള്ള വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ. അത്ര അകലെ നമ്മൾ സംസാരിച്ചാലും വളരെ അടുത്തെന്ന് പറയുന്ന പോലെ നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ ഓഡിയോ ക്യാച്ച് ചെയ്യുന്നുണ്ട്, നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് വീഡിയോ ഷൂട്ട് മൊബൈലിൽ കുറേ ദൂരെയുള്ളതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വേറൊരാൾ നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് അകലെ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഓഡിയോ കിട്ടാൻ വേണ്ടി ഈ വയർലെസ് മൈക്രോഫോൺ ഉപകരിക്കും. ഹലോ, അപ്പോൾ വീഡിയോ വെച്ചത് എല്ലാവർക്കും നന്ദി. നിങ്ങൾ മൈക്കിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടല്ലോ. നിങ്ങൾ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ, വീഡിയോ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ഡിവൈസാണിത്. ഈ വയർലെസ് മൈക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം, ഈസി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഈസി ആയിട്ട് പെയർ ചെയ്യാം. അപ്പോൾ കുറേ ദൂരം 20 മീറ്റർ ഡിസ്റ്റൻസ് നിന്നും സംസാരിച്ചാലും നല്ല ക്ലിയർ ആയിട്ട് സൗണ്ട് ക്യാപ്ചർ ചെയ്യുന്ന വയർലെസ് മൈക്ക്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാങ്ങാം, ഉപയോഗിക്കാം. നിങ്ങളുടെ വീഡിയോ ഒക്കെ മനോഹരമാവട്ടെ, വീഡിയോയുടെ സൗണ്ട് ക്ലാരിറ്റി ഒക്കെ ക്ലിയർ ആവട്ടെ. അപ്പോൾ ഇതെനിക്ക് വളരെ പ്രയോജനപ്പെട്ടു. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്ന വീഡിയോയിലൊക്കെ മൊബൈൽ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും പ്രശ്നങ്ങളാണ്. സൗണ്ട് നന്നായിട്ട് ക്ലിയർ ആവില്ല, അവിടെ ഇവിടെ നിന്നുള്ള സൗണ്ടുകളൊക്കെ കയറി വരും. ഇതാകുമ്പോൾ മറ്റുള്ള സൗണ്ടുകളും അധികം കയറി വരാതെ നമുക്ക് കിട്ടുന്നുണ്ട്, നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ആമസോണിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത്. വലിയ വിലയില്ല, ഏകദേശം 2200 രൂപയായി ഇതിൻ്റെ വില. ഇതിൽ കുറഞ്ഞ വിലയിലുള്ളതും കിട്ടുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ക്ലാരിറ്റി എത്രത്തോളം എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത്രത്തോളം ഈ വീഡിയോ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ആ ബെല്ലൈക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. വായിച്ചത് എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഇനി അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ വരുന്നതാണ്.